കടക്കെണിയിലായ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിൽക്കാൻ വീണ്ടും ശ്രമം തുടങ്ങി പാകിസ്ഥാൻ. ഡിസംബർ 23 ലേലം നടക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. IMFന്റെ $7 ബില്യൺ വായ്പാ പദ്ധതിയുടെ ഭാഗമായാണ് എയർലൈൻ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം. IMFന്റെ $7 ബില്യൺ ബെയിൽ ഔട്ട് പാക്കേജിന്റെ പ്രധാന വ്യവസ്ഥ പാലിക്കുന്നതിനുള്ള അവസാന ഘട്ടമെന്നാണ് സർക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നഷ്ടത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പരിഷ്കരിക്കുകയോ വിൽക്കുകയോ ചെയ്യണമെന്നാണ് IMF വായ്പാ പദ്ധതി പറയുന്നത്. കഴിഞ്ഞ വർഷം PIAയുടെ ഓഹരികൾ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ചത്ര വില ലഭിക്കാത്തതിനാൽ സർക്കാർ ഇത് റദ്ദാക്കിയിരുന്നു. പുതിയ ലേലത്തിന് മുന്നോടിയായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിവിധ കമ്പനി പ്രതിനിധികളെ കണ്ടെന്നും റിപ്പോർട്ടുണ്ട്. എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി പ്രകാരം അടുത്ത $1.2 ബില്യൺ അനുവദിക്കുന്നതിനായി IMFന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് ഈ മാസം 8 യോഗം ചേരും. ഭാവിയിൽ സഹായം ലഭിക്കാനായി വർഷാവസാനത്തോടെ PIA ലേലം പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വകാര്യവൽക്കരണത്തോടെ പാകിസ്ഥാൻ എയർലൈൻസിന്റെ നഷ്ടപ്പെട്ട അന്തസ്സ് പുനഃസ്ഥാപിക്കാനാകുമെന്നും ആധുനിക വ്യോമയാന സംവിധാനങ്ങൾ ഒരുക്കാൻ സഹായകമാകുമെന്നും ഷഹബാസ് ഷെറീഫ് പറഞ്ഞു. അതേസമയം ലേലത്തിന് മുൻകൂർ യോഗ്യത നേടിയ 4 കമ്പനികളിലൊന്ന് സൈനിക നിയന്ത്രണത്തിലുള്ള ഫൗജി ഫൗണ്ടേഷന്റെ ഭാഗമായ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് ആണ്. ഇതുകൂടാതെ ലക്കി സിമന്റ് കൺസോർഷ്യം, ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺസോർഷ്യം, എയർ ബ്ലൂ ലിമിറ്റഡ് എന്നിവരാണ് വിമാന കമ്പനി വാങ്ങാനുള്ള ലേലത്തിൽ പങ്കെടുക്കുക. പാക് സൈന്യം നിയന്ത്രിക്കുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ശൃംഖലയായ ഫൗജി ഫൗണ്ടേഷന് കീഴിലുള്ള കമ്പനിയാണ് ഫൗജി ഫെർട്ടിലൈസർ. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഫൗജി ഫൗണ്ടേഷനിൽ നേരിട്ട് സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ലെങ്കിലും ഫൗണ്ടേഷന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഭാഗമായി ക്വാർട്ടർ മാസ്റ്റർ ജനറലിനെ നിയമിക്കുന്നത് അസീം മുനീറാണ്. ഡോൺ മാസികയുടെ റിപ്പോർട്ട് പ്രകാരം 2 പതിറ്റാണ്ടിനിടെ പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാന സ്വകാര്യവൽക്കരണ ശ്രമമായിരിക്കും PIA.